വാട്ട് ഹാപ്പൻസ് വെൻ യു റിസീവ് ക്രൈസ്റ്റ് ഇൻ യു? ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മളിൽ എന്ത് സംഭവിക്കുന്നു? ഇതുവരെയും ഞാൻ ആരെ എന്നും ദൈവം ആരെ എന്നും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ചില ഭാഗങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ക്രിസ്തു വരുമ്പോൾ നമ്മളെ റീക്രിയേറ്റ് ചെയ്യുന്ന ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതായത് എന്നെ പുതിയൊരു സൃഷ്ടിയാക്കുകയാണ്. കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഞാനൊരു പുതിയ സൃഷ്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പഴയ സ്വഭാവമുണ്ടോ? ഇല്ല, പഴയ സ്വഭാവം എല്ലാം മാറുന്നേ. പഴയ സ്വഭാവം എല്ലാം മാറിയിട്ട് പണ്ട് എനിക്ക് ഭയവും ഭീതിയും ഉള്ളിടത്ത് ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകളെന്നുള്ള പദവിയിലോട്ട് കയറുമ്പോൾ റോമർക്കെഴുതിയ ലേഖനം 8:14 പറയുന്നു, 14-15 പറയുന്നതനുസരിച്ച് അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ അവകാശത്തെ എനിക്ക് ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ പുത്രത്വത്തിൻ്റെ അവകാശം എനിക്കുണ്ടെങ്കിൽ എൻ്റെ എല്ലാ ചിന്താഗതിക്കും വ്യത്യാസം വരും. പിന്നെ നമുക്ക് ആദ്യം കാണുന്നത് വചനം വായിക്കാനുള്ള ഒരു ആഗ്രഹം ദൈവം ഇട്ട് തരും. കാരണം ഇതൊരു മാനുവലാണ് നമുക്ക് തന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ ലവ് ലെറ്ററായിട്ട് ഇത് കാണാൻ തുടങ്ങും. ജീവനുള്ള ദൈവം നമുക്ക് എഴുതി തന്നിരിക്കുന്ന പുസ്തകമാണ് വേദപുസ്തകം. അപ്പോൾ ഇതിലെ ഓരോ വേർഡും ജീവൻ വെക്കാൻ തുടങ്ങും. പിന്നെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യും. ഈ വേദപുസ്തകം വായിക്കുമ്പോൾ ഇതിനകത്തിരുന്ന് വായിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആത്മാവ് എഴുതിയിരിക്കുന്ന വചനങ്ങളാകിയാൽ ഇതിലുള്ള ആത്മാവാണ് പിന്നെ പെർസീവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഇത് ഇൻ്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് അല്ല, ഇത് അന്തരാത്മാവ് പഠിപ്പിക്കുകയാണ്. അതൊരു വലിയ വ്യത്യാസമാണ്. അത് പറഞ്ഞു പഠിപ്പിക്കാൻ പാടാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് പറയുന്നത് യോഹന്നാൻ്റെ ലേഖനത്തിനകത്ത് പറയുന്നുണ്ട്, 2:27 ഇങ്ങനെയാണ് വായിക്കുന്നത്, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പിപ്പാൻ ആവശ്യമില്ല, അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ച് തരികയാലും അത് പോഷ്കല്ല സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. നമ്മൾ അവനിൽ വസിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നതുണ്ടോ? ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ വസിക്കുന്നത് അവനിലാണ്. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ചേഞ്ചാണ്. ഇതുവരെ ഞാൻ വേലിയില്ലാത്ത വേലി പൊളിഞ്ഞു കിടക്കുന്ന ഒരു വീടിൻ്റെ സാഹചര്യവും ഇതുവരെ മതിലില്ലാത്ത വീടിനകത്ത് താമസിച്ചതുപോലെയും ഒക്കെ ആയിരുന്നിടത്ത് നിന്നും ദൈവത്തിൽ വസിക്കുക എന്ന് പറയുമ്പം സത്യം പറഞ്ഞാൽ പർദീസയിലോട്ടുള്ള ജീവിതത്തിലേക്ക് നമ്മളെ തിരിച്ചു മാറ്റുകയാണ്. ഇവിടെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. അവിടെയാണ് ദൈവം പറയുന്നത്, എൻ്റെ തലയിൽ ഒരു മുടി പോകണമെങ്കിലും ഞാൻ അറിയാതെ പോവുകയില്ല. ആര് നിൻ്റെ അടുക്കൽ വരണം? അത് ദൈവവുമായിട്ടുള്ള ബന്ധം വരുമ്പോൾ വചനം വായിക്കാനുള്ള ആഗ്രഹമായിട്ട് വരുന്ന പരിശുദ്ധാത്മാവാണ്. ഈ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളവരിലും ഞാൻ നോട്ട് ചെയ്യുന്ന ഒരു സത്യം, ദൈവവചനം വായിപ്പിക്കാതിരിക്കാൻ പിശാച് പല തന്ത്രങ്ങളും കൊണ്ടുവരും. ബിസിയാണ്, പ്രശ്നമാണ്, കഷ്ടമാണ്, ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഓർക്കണം, വചനം വായിച്ചില്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു. അപ്പം നിൻ്റെ അപ്പം അല്ലെങ്കിൽ എൻ്റെ അപ്പം ഇന്ന് മുതൽ വചനമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഇതുവരെ നമ്മൾ 4 നേരം ഭക്ഷണം കഴിച്ച് പിന്നെ മെഡിസിനും കഴിച്ച് ജീവിക്കുന്ന നമ്മളോട് ദൈവം പറയുക, ഇനി ആ ഭക്ഷണമല്ല, അതിനെക്കാട്ടി പ്രധാനമുള്ളത് എൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം ഇതാണ്. ഈ വചനം കൊണ്ട് നീ ജീവിക്കാൻ പഠിക്കും. അത് അബ്സല്യൂട്ട് ട്രൂത്താണ്. അത് മാറ്റാൻ ആർക്കും കഴിയത്തില്ല. കർത്താവ് പറയുന്നത് അതിനാണ് ബോൺ അഗെയിൻ വ്യക്തി എന്ന് പറയുന്നത്. അതായത് റീക്രിയേറ്റ് ചെയ്ത വ്യക്തിയാണ്, പുതുതായിട്ട് സൃഷ്ടിച്ച വ്യക്തിയാണ്. ഈ നിക്കോദീമോസിനത് മനസ്സിലായില്ല. നിക്കോദീമോസ് രാത്രിയിൽ വന്ന് യേശുവിനോട് ചോദിക്കുന്നത്, അതെങ്ങനെ ഒരാൾ പുതിയ സൃഷ്ടിയാകുന്നത്? ഞാൻ പ്രായമായല്ലോ, അമ്മയുടെ ഉദരത്തിൽ ഇനിയും കടന്നു ചെല്ലണമെന്ന്. ദീസ് ആർ ആത്മീയ സത്യങ്ങളാണ് ഈ വിളിച്ചു പറയുന്നത്. ഈ ആത്മീയ സത്യം ആത്മാവുള്ളവർക്ക് മനസ്സിലാകും. അപ്പോൾ എന്നെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന യേശുവിൽ ഞാൻ വസിക്കുന്നതിനാൽ എനിക്ക് വ്യത്യാസം വന്നിരിക്കുകയാണ്. ഞാൻ മാറിക്കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ചിന്താഗതി മാറി. നമ്മൾ വി ഹാവ് ടു ബിൽഡ് സംതിങ് സോളിഡ് അണ്ടർ യുവർ ഫീറ്റ്. യു നീഡ് എ ഫൗണ്ടേഷൻ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ്. ഒരു ഫൗണ്ടേഷൻ എനിക്ക് കാല് ചവിട്ടാൻ ഒരു ഫൗണ്ടേഷൻ വേണം. അത് വചനമാണ്. സോളിഡ് ഫൗണ്ടേഷൻ ആയിരിക്കണം, അതിൽ വീഴാനൊക്കത്തില്ല. അതുകൊണ്ടാണ് വചനം ചുമ്മാതെ പറയുന്നതും ചുമ്മാ കാണാ പഠിക്കുന്നതും പരിശുദ്ധാത്മാ പഠിപ്പിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ യുവർ DNA ഈസ് ദ റെസ്പോണ്ടർ
the words of faith will work on your DNA. അപ്പം നമ്മൾ ഈ പരിശുദ്ധാത്മാവ് നമ്മൾ പുതിയ വ്യക്തിയായി. പിന്നെ നമ്മൾ വചനം വായിക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ DNA മാറി, ക്രിസ്തുവിൻ്റെ DNA. ആ DNA ഇൻ മീ വിൽ ബിക്കം റെസ്പോണ്ടർ. മീൻസ് ഈ DNA, ഈ പുതിയ DNA വചനം വായിക്കുന്ന അബ്സോർവ് ചെയ്യാൻ തുടങ്ങും. അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, മറിയയുടെ അടുക്കൽ ഗബ്രിയേൽ വന്നിട്ട് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, നിന്നെ ഉള്ളിൽ ഒരു പൈതലുണ്ടാവും, യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞപ്പം കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എവ്രിതിങ് ചേഞ്ച്ഡ് ഇൻ ഹെർ ആൻഡ് ദ ബേബി വാസ് ബോൺ ഇൻസൈഡ് ദ വൂം. പറയുക മാത്രമല്ലേ ചെയ്തുള്ളൂ. അതുപോലെ തന്നെയാണ് യേശു നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ എൻ്റെ DNA മാറി, ഇപ്പോൾ യേശുവിൻ്റെതായി മാറി. പറഞ്ഞപ്പോൾ സംഭവിക്കുകയാണ്, വലുതായിട്ട് വേറെ ഒന്നും ചെയ്യണ്ട. പറഞ്ഞിരിക്കുമ്പോൾ ഈ DNA വിൽ റെസ്പോണ്ട് ടു ദ വേർഡ് ഓഫ് ഗോഡ് വിച്ച് ഐ എം സ്പീക്കിംഗ്. ഈ DNA ആണ് പിന്നെ അബ്സോർവ് ചെയ്യുന്നത്. എൻ്റെ DNA, അതായത് ഞാൻ ഉറങ്ങിക്കിടക്കുമ്പം പോലും ഒരാൾ വചനം മുകളിൽ നിന്ന് പറഞ്ഞാൽ അത് എൻ്റെ DNA അബ്സോർവ് ചെയ്യും. അതുകൊണ്ടാണ് ചിലർക്ക് പ്രയാസമുള്ളപ്പോൾ നമ്മൾ പറയുന്നത്, പ്രയാസമുള്ളപ്പം ആത്മാവുള്ള വചനം കേൾക്കണം, പരിശുദ്ധാത്മാവിൻ്റെ കുറേ പാട്ടുകൾ ഇട്ടിരിക്കണം. പ്രായമുള്ള മരിക്കുന്നതിന് മുമ്പ് ഞാൻ പല വീടുകളിലും ചെല്ലുമ്പോൾ ഞാൻ പറയും, അവരുടെ മുറിക്കകത്ത് ഈ പാട്ടുകൾ ഇട്ട് കൊടുക്കുക. ബിക്കോസ് ദ DNA ഇൻസൈഡ് വിൽ റെസ്പോണ്ട് ടു ഇറ്റ്. വചനത്തിൻ്റെ ശക്തിയാണിത്. നമ്മൾ കാണുന്നതിൽ കൂടുതൽ ശക്തിയുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 8:11. അപ്പം നമ്മൾ ആത്മാവിലായി കഴിയുമ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വരുമ്പോൾ നമ്മൾ പുതിയ സൃഷ്ടിയാണെന്നുള്ള പിന്നെ ഒരു പുതിയ പഠിത്തമാണ്. പുതിയ പഠിത്തം എന്ന് വെച്ചാൽ ഇതറിയാൻ വയ്യാത്തൊരു സത്യം നമ്മളെ ദൈവം പഠിപ്പിക്കുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 8:11 ഇങ്ങനെയാണ് വായിക്കുന്നത്: യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ. യേശുവിനെ യേശുവിനെ പോലും മരിച്ച സ്ഥിതിയിൽ നിന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ചത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഒറ്റ സെൻറ്റൻസിൽ പറഞ്ഞ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. കണ്ട, ക്രിസ്തുവിനെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ പരിശുദ്ധാത്മാവ് ഇപ്പം ഞാൻ ഈ വചനം പറയുമ്പോൾ മരിച്ചു കിടക്കുന്നതായി, അതായത് മരിച്ചു ജീവിക്കുകയാണ് നമ്മൾ, ആത്മാവില്ലെങ്കിൽ മരിച്ചാ ജീവിക്കുന്നത്. ഈ മരിച്ചു ജീവിക്കുന്നവരായ നമ്മളിലെ അന്തരാത്മാവ് ചെന്ന് ജീവൻ വെപ്പിച്ചിട്ട് എൻ്റെ ശരീരത്തെ കൂടെ ജീവിപ്പിക്കുമെന്ന്. ഞാൻ പഴയ ആളല്ല. അത് എനിക്കറിയാം, ഞാൻ യേശുവിനെ സ്വീകരിക്കാൻ ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് തന്നെയാണ് ജനിച്ചത്. കാരണം എൻ്റെ അമ്മയും അപ്പനും ക്രിസ്ത്യനായിരുന്നു. ഞാൻ പള്ളിയിൽ തന്നെയാണ് വളർന്നത്. നോയമ്പെടുക്കുന്നതിൽ എല്ലാ കാര്യത്തിനും മുമ്പിൽ തന്നെ നിന്ന വ്യക്തിയാണ്. പക്ഷേ അന്നൊന്നും എനിക്ക് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. സമൂഹത്തിലൊരു നല്ല സ്ഥാനത്തിന് വേണ്ടി നല്ലതായിട്ട് പ്രവർത്തിച്ചു, അതിൽ കൂടുതൽ ഒരിക്കലില്ല. അത് നിലനിൽക്കത്തില്ല. ദാറ്റ് ഈസ് നോട്ട് സ്റ്റേബിൾ. പക്ഷേ കർത്താവ് തന്നെ വന്ന് നല്ലതായിട്ട് അടിച്ച് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഒരു ദിവസം കർത്താവ് പറഞ്ഞു, നിയമം പഠിച്ചത് നിർത്തി വെച്ച് എൻ്റെ നിയമം പഠിക്കാൻ പറഞ്ഞു. അതുകൊണ്ടാണ് വചനം പറയാൻ ഇത്ര പ്രാഗൽഭ്യം. ലോയറായിരുന്നു എനിക്ക് കോടതിയിൽ പ്രാക്ടീസ് ചെയ്ത് പരിചയമുള്ളൊരു വ്യക്തിക്ക്, നിയമം എടുത്ത് ആർഗ്യ ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തിക്ക് ദൈവവചനം എടുത്ത് ആർഗ്യ ചെയ്യാൻ ഒക്കുമെന്ന് ദൈവം കണ്ടിട്ടാണ് ലോയ്ക്ക് വിട്ടതെന്ന് ഓർക്കണം. അപ്പം പുതിയ നിയമം, ഈ പുതിയതായിട്ടുള്ളൊരു ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വന്നപ്പോൾ, അതായത് ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നിൽ വസിക്കുമ്പോൾ എവ്രി വേർഡ്, എല്ലാ വചനവും എനിക്ക് ജീവനായി മാറുകയാണ്. അത് അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഐ എം ബിൽഡിങ് ദ ഫൗണ്ടേഷൻ ഓൺ ദ സോളിഡ് റോക്ക് ഓഫ് ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തു പറയുന്നത് ദൈവാത്മാവ് വരുമ്പം പരിശുദ്ധാത്മാവ് എൻ്റെ മർത്യ ശരീരം, മരിച്ച എന്നെ ജീവനുള്ളതായി മാറ്റുന്നു. The spirit of the Lord is quickening my body എന്നാണ് പറയുന്നത്. എന്നെ ജീവിപ്പിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ 103-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, ബ്ലസ് ദ ലോർഡ് ഓ മൈ സോൾ ആൻഡ് ഓൾ ദാറ്റ് ഈസ് വിതിൻ മീ. അയ്യോ, ദൈവത്തെ അങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങണം. കാരണം എത്രമാത്രം വലിയ കാര്യം അവൻ ചെയ്തത്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിച്ചിരിക്കുന്നു, എൻ്റെ സകല രോഗത്തെയും സൗഖ്യമാണ്. അപ്പോൾ എൻ്റെ മനസ്സിനോട് പറയുകയാണ് ദൈവത്തെ അങ്ങോട്ട് സ്തുതിക്കുക.
അവനെ മറക്കരുത്, നീ ഒരിക്കലും മറക്കരുത്. മറക്കാനൊക്കത്തില്ല. കാരണം ആത്മാവ് ഈ പുതിയ പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവിനോട് ചേർന്നപ്പോൾ ഞാൻ പുതുസൃഷ്ടിയായപ്പോൾ റീക്രിയേറ്റ് ചെയ്തൊരു വ്യക്തിയായി മാറിയപ്പോൾ എന്നിൽ വ്യത്യാസം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അന്നേരമാണ് യെശയ്യാ 40:30 പറയുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ കഷ്ടവും പ്രയാസവും എന്തൊക്കെ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും അതൊന്നും വലിയ പ്രയാസമൊന്നും അല്ലെന്ന് കർത്താവ് പറയുന്നത്, ഞാൻ നിന്നെ കഴുകനെ പോലെ പിന്നെ നീ ജീവിപ്പിക്കും. അതായത് യെശയ്യാ 30 ഇങ്ങനെയാണ് വായിക്കുന്നത്, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും. ഉണ്ടോ? ജീവിതത്തിലെ പുതിയ അധ്യായങ്ങൾ വരുമ്പം നമ്മൾ തളർന്നു പോകാതെ കഴുകനെ പോലെ പറക്കാനുള്ള കൃപ കിട്ടുന്നത് വചനം കൊണ്ടാണ്. യെശയ്യാ 55:11 പറയുന്നത്, പിന്നെ ഞാൻ വചനം അയക്കുന്നു എങ്കിൽ ആ വചനം പ്രവർത്തിക്കാതെ വരത്തില്ല. അപ്പം ഞാൻ വചനം അയക്കുന്നു എന്ന് പറയുമ്പം വചനം ക്രിസ്തു തന്നെയാണെന്ന് ഓർക്കണം. ആ വാക്യം വളരെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം എങ്ങനെ അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ? പിന്നെ ഒത്തിരി ജോലിയല്ല, വചനം പറയാൻ ശക്തമായിട്ട് ആത്മാവിൽ പറയാൻ പഠിക്കുകയാണ് വേണ്ടത്. ഏതൊരു ദിവസം നമ്മൾ ജീവിതത്തിൽ ഇറങ്ങുന്നതിന് മുൻപേ വചനം കൊണ്ട് നമ്മളെ തന്നെ ബലപ്പെടുത്തിയിട്ട് പുറത്തോട്ട് ഇറങ്ങാവും. വചനം മുറിക്കകത്തിരുന്ന് വചനമെടുത്ത് പ്രാർത്ഥിച്ച് ജയം നേടിയിട്ട് വേണം ഒരു കാര്യത്തിന് ഇറങ്ങാൻ. യുദ്ധം യഹോവയ്ക്കുള്ള ആത്മാവിലാണ്. ആത്മീക തലമാണ് ജഡീക തലത്തെക്കാട്ടി ശക്തി കൂടിയത്. ആത്മീക തലം ശരിയാക്കാതെ നമ്മൾ പുറത്തിറങ്ങിയാൽ നമ്മൾ വീണു പോകും, ഷുവറാണത്. അതുകൊണ്ട് പൈതങ്ങൾ തൊട്ട് പ്രായമുള്ളവർ വരെ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്തരാത്മാവിനോട് വചനം മെഡിറ്റേറ്റ്, അതായത് അന്തരാത്മാവിൻ്റെ ഭക്ഷണമാണ് വചനം. ആ വചനം കൊണ്ട് നമ്മളെ ബലപ്പെടുത്തിയിട്ട് വേണം വീടിന് പുറത്തോട്ട് ഇറങ്ങാൻ, ഏതൊരു കാര്യത്തിൽ ഇറങ്ങാൻ. അപ്പം ദൈവം നമ്മളോട് പറയുന്നത്, ഐ ആം പ്ലീസ്ഡ് വിത്ത് യു. അതായത് നമ്മൾ വിശ്വാസ ജീവിതത്തിലേക്ക് നമ്മളെ നടത്തുകയാണ്. അപ്പം നമ്മൾ പറയുന്നത്, അതുകൊണ്ടാണ് 119:122 പറയുന്നത്, അടിയൻ്റെ നന്മയ്ക്ക് നീ ഉത്തരവാദിയായി മാറുകയാണ്. അപ്പം 46-ാം സങ്കീർത്തനം 10 വരുന്നത്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിയുക. പിന്നെ ദൈവം തന്നെത്താനെ വെളിപ്പെടുത്തുകയാണ്. ഇറ്റ്സ് എ ലൈഫ് ഓഫ് എക്സൈറ്റ്മെൻ്റ് ആണ്. അത് എത്ര പേര് പ്രാപിച്ചെടുക്കുന്നു എന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് പേര് എടുക്കുന്നുള്ളൂ. പക്ഷേ ഇതാണ് സത്യങ്ങൾ, ആബ്സല്യൂട്ട് ട്രൂത്ത്സ് ഞാൻ വിളിച്ച് പറയുകയാണ്. നമ്മൾ റിട്രീറ്റിനും അതുപോലെ ധ്യാനത്തിനുമൊക്കെ പോയി ഒരു ആഴ്ച പോയിച്ചിരുന്നിച്ച് വരുമ്പോൾ നമുക്കൊരു വ്യത്യാസം തോന്നുന്നത് ദിനംപ്രതി തോന്നിക്കണം. അവിടെ അന്നല്ല, ദിനംപ്രതി ഈ വചനം വെച്ച് നമ്മൾ ആത്മാവിൽ വളരണം. നമുക്ക് പ്രാർത്ഥിക്കാം. അതിപരിശുദ്ധനായ ദൈവത്തിൻ്റെ ആത്മാവ് ക്രിസ്തുവിൽ ഞങ്ങളുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ രൂപമായി മാറുമ്പോൾ, ഞങ്ങളുടെ DNA മാറിയിരിക്കുന്നതിനാൽ വചനം പറയുന്നത് DNA അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വചനം എവിടെ കേട്ടാലും ഞങ്ങളുടെ അന്തരാത്മാവിലുള്ള DNA ഇത് കേട്ടിട്ട് അത് ഞങ്ങളുടെ ശരീരത്തിനകത്ത് പ്രവർത്തിക്കാൻ തുടങ്ങും. സമയമെടുക്കുമായിരിക്കും, എങ്കിലും ഞങ്ങളുടെ പഴയ സ്വഭാവം എടുത്തു മാറ്റി പുതിയ സ്വഭാവമാക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ജോലിയാണ്. പിന്നെ ഞങ്ങൾക്ക് ബലം തരേണ്ടതും ദൈവത്തിൻ്റെ ജോലി. ഞങ്ങളെ ഉത്തരവാദിയാക്കുന്നത്, ഞങ്ങളുടെ നന്മയ്ക്ക് ഉത്തരവാദിയാകുന്നതും ദൈവം തമ്പുരാൻ തന്നെ. അങ്ങനെ നീ ഇരുട്ടിനെ മാറ്റി വെളിച്ചം കൊണ്ട് ഞങ്ങളെ നിറച്ച് ഞങ്ങളെയും തലമുറകളെയും ഈ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണം നിനക്ക് മനസ്സലിവ് തോന്നിയ സ്നേഹത്തിന് നന്ദിയോടെ സ്തോത്രം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതുസൃഷ്ടിയാകും. പുതുസൃഷ്ടിയാകുന്നേ എന്ന് ചോദിച്ചാൽ പുറമേ കാണുമ്പം വ്യത്യാസമല്ല, അകത്തുള്ള മനുഷ്യൻ്റെ വ്യത്യാസം കടന്നു വരുമ്പോൾ, ദൈവത്തിൻ്റെ സത്യങ്ങൾ നമ്മളെ നിയന്ത്രിക്കുമ്പോൾ ഒരു ഭയവും കൂടാതെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള കൃപ തരും. പക്ഷേ യുദ്ധമുണ്ട്. യുദ്ധം പ്രാർത്ഥനാ മുറിയിൽ നിന്ന് നേടിക്കൊണ്ട് വേണം പുറത്തോട്ടിറങ്ങാൻ. പൈതങ്ങളെ വചനത്തിൽ ഉറപ്പിച്ചിട്ട് വേണം പുറത്തോട്ട് വിടാൻ. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ അരയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കെട്ടിക്കൊണ്ട് അപ്പച്ചൻ്റെ പുതപ്പ് കൊണ്ട് അവരെ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ദൈവത്തിൻ്റെ പടച്ചട്ട ഇടുവാൻ, അരയ്ക്ക് സത്യം, നീതി, കവചം, സമാധാനം, സുവിശേഷം, കാലിനെ ചെരുപ്പ്, വിശ്വാസം, ദുഷ്ടനെതിരായിട്ടുള്ള തീയമ്പ്, രക്ഷാശിരസ്ത്രം, ദൈവവചനം ആത്മാവിൻ്റെ വാളായിട്ട് ഉപയോഗിക്കാൻ തക്കവണ്ണം സദാസമയം പ്രാർത്ഥിച്ച് ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച്
ജീവനോടെ ഉള്ള ദൈവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ കൂടെ ഞങ്ങളെ ബലപ്പെടുത്തണമേ. നാഥൻ തുടങ്ങിയ പ്രവർത്തനം പൂർത്തിയാക്കാൻ അവിടുന്ന് വിശ്വസ്തനാകാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സകലതും യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.